പണ്ട് കാലത്ത് വേലിക്ക് പകരമായി ഇതുപോലുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. ഇതിനെ മലയിച്ചിന്നോ വേലിക്കർപ്പൂരം എന്നൊക്കെ പഴമക്കാർ വിളിച്ചിരുന്നു. ഇത് വേലിക്ക് മാത്രമായിരുന്നില്ല, നാക്കാലികൾക്കൊക്കെ എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് ചാലിച്ച് ആ മുറിവിലേക്ക് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ ആ മുറിവ് അത്ര പെട്ടെന്ന് ഉണങ്ങുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളൊരു സസ്യമായിട്ട് തന്നെയായിരുന്നു പഴമക്കാർ ഇതിനെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നാട്ടുമ്പുറങ്ങളിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു സസ്യമായിട്ട് തന്നെ കാണുന്നു. കാരണം അത് മാത്രമല്ല, ഇതങ്ങനെ കാണാനേ ഇല്ല. ഇത്രയും നല്ലൊരു ഔഷധ സസ്യം എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് ഇന്ന് തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൊതുകുകളും ഈച്ചകളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഇല ഉണക്കി ഇതിങ്ങനെ പുകയിട്ടാൽ തന്നെ പോകുമായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു ഔഷധം. അതുമാത്രമല്ല, പണ്ട് പഴമക്കാർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. അതിന് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വയറുവേദനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ അരച്ച് ചാലിച്ചിട്ട് വയറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വയറുവേദനയൊക്കെ പെട്ടെന്ന് മാറുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കേണ്ട കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ല. അത് ഒരു പരിധിവരെ ഇത് സത്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇല അരച്ച് ചാലിച്ച് പെട്ടെന്ന് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് നിർത്താതെ കരയുന്ന ഒരു കരച്ചിലില്ലേ, ചെറിയ ഒരു 4-5-6 മാസം ആകുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ ഇല അരച്ച് ചാലിച്ചിട്ട് വയറിന് മുകളിലായിട്ട് വെക്കുമെന്ന് പറയുന്നു. അത് അത്രയ്ക്ക് എനിക്കറിയില്ല. അപ്പം പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു സസ്യം ഉണ്ടല്ലോ, നല്ല ഇതിൻ്റെ മണം നമുക്ക് നല്ലൊരു കർപ്പൂരത്തിൻ്റെ മണം പോലെ തന്നെയാണ്. കാരണം പിന്നീടും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം ഈ കൊതുകുകൾ, പിന്നെ ഈച്ചകൾ, മഴക്കാലമായിട്ടുണ്ടെങ്കിൽ തോട്ടത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കൊതുകുകളുണ്ടാവും. അതുപോലെ തന്നെ ഈ ഈച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മളെ കടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്ന് ഓടിപ്പോകാതിരിക്കും ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് ചാലിച്ച് നമ്മുടെ കയ്യിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അത് അടുക്കൂല. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ഒരു കർപ്പൂരത്തിൻ്റേതാ പോലെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും കൂടി ഇരുന്നപ്പോൾ എനിക്കതൊരു എല്ലാവരെയും കൂടി ഇത് ഷെയർ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത് ഇത്രയും നല്ലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരം അല്ലെങ്കിൽ മലേച്ചി എന്ന് പറയുന്ന ഈ ഒരു സസ്യം നാട്ടുമ്പുറങ്ങളിൽ ഇപ്പം അധികമൊന്നും കാണാനില്ല. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു മലേച്ചി എന്ന ഓമന പേരോട് വിളിക്കുന്ന ഈ ഒരു വേലിക്കർപ്പൂരാണോ, ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. കാരണം അത്രയ്ക്ക് നല്ലൊരു ഔഷധം കൂടെയാണ് കേട്ടോ. നമ്മുടെ ഒന്നും ഇത് ഇപ്പോൾ ഇത് നട്ട് വളർത്താതെ തന്നെ തനിയെ വളരുന്ന ഒരു സസ്യമായിട്ട് തന്നെയാണ് മാറുന്നത്. കാരണം ഇത്രയും മണവും ഒരു ഔഷധ സസ്യത്തിൻ്റെ ഗുണമൊക്കെയുള്ള ഈ ഒരു സസ്യത്തിന് അധികം ആരും അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പം ഉള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നത് തന്നെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. ഇത് കണ്ടോ, ഇതിൻ്റെ കൊമ്പുകളൊക്കെ കണ്ടോ, അത് നല്ല തഴച്ചാണ് ഇവിടെ വളർന്നത്. ഇവിടെ ഒന്നുമില്ല അങ്ങനെ. പക്ഷേ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ തന്നെ അങ്ങ് മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു ഇതാണ് കേട്ടോ. മഴയോടുകൂടിയാണ് ഇതിങ്ങനെ തഴച്ച് വളരുന്നത്. എന്നാലോ വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ പൊടി പോലും ഇട്ടാവില്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് നന്നായിട്ടുണ്ട്, നല്ല പച്ച കളറ്. അത് മാത്രമല്ല ഇതിൻ്റെ മണമോ എന്താണെങ്കിലും ഇത്രയും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം ഇവിടെ കണ്ടതില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടില്ല. കാരണം എന്താണെങ്കിലും കുറച്ച് പറിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താണെങ്കിലും ഇത് കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് നന്നായിട്ട് ഇലകളൊക്കെ പറിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ കൈകൾക്കാണെങ്കിലും ആ ഒരു സ്മെല്ലില്ലേ, അതിനെ ഉണ്ടല്ലേ, ഇതിങ്ങനെ ഒടിക്കുകയാണ് ചെയ്യുന്നത്. ഒടിച്ചിട്ട് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൊമ്പൊടിച്ച് കൊണ്ട് കുത്തുകയും ചെയ്യാം, നമുക്കിത് വളർത്തുകയും ചെയ്യാം. കാരണം ഇതിൻ്റെ ആ മണം ഉള്ളത് കൊണ്ട് കൊതുകൊന്നും അടുത്തേക്ക് വരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പ്രത്യേകത, കൊതുക് അടുക്കൂല, അതാണ് ഇത്. അതുകൊണ്ട് മഴക്കാലത്തിലുണ്ടാകുന്ന കൊതുകുകൾക്കൊക്കെ ഒരു മാറ്റം വരും ഇതിൻ്റെ ഇല കൊണ്ട് പുകച്ചാലൊക്കെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വളരെ വിരളമായിട്ടാണ് ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഞാൻ കുറച്ച് ഒടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇല ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ ഇത്രയും ഇല ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് നീര് കിട്ടും കേട്ടോ. നല്ല ഇതിങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല നീര് കിട്ടും. ഇതാണ് പഴമക്കാർ പണ്ട് കാലത്ത് പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ എന്തെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് ചാലിച്ച് തേച്ചിരുന്നു. കാരണം അന്നത്തെ അവസ്ഥ അറിയാലോ, അന്ന് ഒരു വെറ്റിനറി ഡോക്ടേഴ്സൊന്നും അധികം ഇല്ലല്ലോ, മരുന്നുകൾക്കാണെങ്കിലും അന്ന് വിരളാണ്. അപ്പം പെട്ടെന്ന് ഈ ഒരു മരുന്നാണ് അവർ അധികവും ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ച്
ഈ പശുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന അകിട് വീക്കം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ച് ചാലിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുമെന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ട അറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് അത്രയും നല്ല ഒരു ഔഷധം ആയിട്ടാണ് ഇത് കണ്ടോ. ഈ ഒരു നല്ല എന്താണ് വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലത്തും നല്ല ചതുപ്പ് സ്ഥലങ്ങളിലും ഒക്കെയാണ് ഇത് അധികവും ഇങ്ങനെ തഴച്ച് വളരുന്നത്. പക്ഷെ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉണ്ടായിരുന്നു, കാരണം നല്ല മണ്ണൊക്കെ ആയിരുന്നില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരു വളവും ഒന്നും വേണ്ടത്. കണ്ടോ ഈ ഒരു ചെടി കണ്ടോ, നല്ല പൂക്കളാണ്. അത്തവിടാനൊക്കെ ഇപ്രാവശ്യം അത്തവിടാനൊക്കെ ഞാൻ അധികവും ഉപയോഗിച്ചിരുന്നത് ഈ പൂക്കളാണ് കേട്ടോ. പൂക്കളിന് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ നടാതെ ഇത് എവിടുന്നോ വന്ന ഒരു സസ്യമാണ്, ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇതങ്ങ് ഒരു വള്ളി അങ്ങ് ഒരു ഭാഗത്ത് കൊണ്ടിട്ടാൽ പിന്നെ ആ പ്രദേശം ഫുള്ളും ഇതിൻ്റെ ഒരു മേളായിരിക്കും. പക്ഷേ ഇതിൻ്റെ പൂക്കളോട് നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ പൂക്കൾ അത്രയ്ക്ക് ഭംഗിയാണ്. ഈ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് പൂ കെട്ടാൻ ഉപയോഗിക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ട് ഈ ഒരു പൂ കൊണ്ട് നമ്മൾ പൂമാല കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ആ പ്രദേശം ആകെ അങ്ങ് വ്യാപിച്ച് കിടക്കും. ഇതിന് ഇത്തരത്തിലുള്ള ഈ ഒരു സസ്യത്തെ നമ്മൾ നടുവോ ഒന്നും വേണ്ട. ഇതിൻ്റെ ഒരു വളർച്ച കണ്ടോ, എന്തൊരു പച്ചിപ്പാണ്. ഇങ്ങനെയൊന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയെങ്കിൽ തോന്നും, ഭംഗിയായി തോന്നുമെങ്കിൽ നമ്മുടെയൊക്കെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സസ്യം കൂടിയാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം അത്രയ്ക്ക് ഇത് പോവില്ല. ഇതിൻ്റെ ഒരു വള്ളിങ്ങിൻ്റെ ഒരു ഇത് മതി, അതങ്ങ് പടർന്നങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇവിടെ ഇതങ്ങ് കണ്ടപ്പോൾ ഇതും കൂടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇടാന്ന് ഓർത്തു. ഇതിൻ്റെ ഭംഗി കൊണ്ടാണ്, ഇതിൻ്റെ പൂക്കൾ, ഇലകളും ഭംഗിയാണ്, പൂക്കളും ഭംഗിയാണ്. ആ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു, ബൈ.